കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് 5ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ചെറുക്കളയിലെ നേദ്യ രാജേഷാണ് മരിച്ചത്. ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഒരാളൊഴികെ പരിക്കേറ്റ വിദ്യാർത്ഥികളെല്ലാം ആശുപത്രി വിട്ടു. വൈകിട്ട് 4 മണിയോടെ കുറുമാത്തൂർ ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ വളക്കൈ പാലത്തിന് സമീപമായിരുന്നു അപകടം. പോക്കറ്റ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് ഇറങ്ങുകയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഒരു 4 മണിയായിട്ടുണ്ടാവും. ഞാനിവിടെ ഇരിക്കുന്നായിരുന്നു. അപ്പോൾ എന്തോ ഒരു ഒച്ച കേട്ടിട്ട് എടുത്ത് നോക്കുമ്പോൾ വണ്ടി മറിഞ്ഞേട്ടി വീണു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടി റോഡിലേക്ക് മറിഞ്ഞു വീണു. എന്നപാട് ഞങ്ങൾ 3-4 ആളെ ഉണ്ടായിട്ടുള്ളൂ. കുറേ ആളെ വലിച്ചു കൂട്ടി വലിയ പിള്ളേരെ 10-15 പിള്ളേരെല്ലാം വലിച്ച് പുറത്തേക്ക് ആക്കി. എന്നിട്ട് ബസ് ഞങ്ങളെല്ലാവരും കൂടി നീർത്തു നോക്കുമ്പോൾ ഒരു കുട്ടി ബസ്സിന്റെ അടിയിൽ കുറച്ച് നല്ല ചോരയൊന്നും മനസ്സിലാവില്ല. ആ കുട്ടീനോട് ബാക്കി എല്ലാ ആളെല്ലാം കിട്ടുന്ന വണ്ടിക്ക് ആശുപത്രിയിലേക്ക് വിടുകയും. അപ്പോൾ വണ്ടി ഇവിടെ മറിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വണ്ടിയുടെ അകത്ത് കയറിയ സമയത്ത് ആദ്യം കുട്ടിയെ അടിയിലുള്ള കുട്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ടിൽ ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും അധികം പരിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ ഓരോ കുട്ടികളെ പുറത്തിറക്കിയ പിന്നെ ഒരു മുതിർന്നവരുണ്ടായിരുന്നു. അവരെ കിടത്തിന് ശേഷം ലാസ്റ്റാണ് കുട്ടി വണ്ടിയുടെ അടിയിൽ കിടക്കുന്നത് കണ്ടത്. അതിനുശേഷം നമ്മളെല്ലാവരും പുറത്തുനിന്ന് വണ്ടി പൊക്കി കുട്ടിയെ വലിച്ചെടുത്ത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. 16 കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത്. അപകടം നടന്നയുടൻ സമീപത്തുണ്ടായിരുന്ന ആളുകൾ ബസ്സിനകത്തുണ്ടായിരുന്ന കുട്ടികളെ പുറത്തെത്തിച്ച് തളിപ്പറമ്പിലെ ആശുപത്രിയിലെത്തിച്ചു. പിന്നീടാണ് ബസ്സിനടിയിൽ പെട്ടുകിടന്ന നേദ്യയെ കണ്ടതും ബസ് ഉയർത്തി പുറത്തെടുത്തതും. ഈ വണ്ടിക്ക് സ്ഥിരമായിട്ട് ഡ്രൈവർമാരില്ല. കുറേ വർഷമായി. കഴിഞ്ഞ വർഷം ഇതിലേക്കാളും ഒരു ചെറിയ വണ്ടിയായിരുന്നു, ഒരു സോപ്പോട്ട് പോലത്തെ വണ്ടിയായിരുന്നു. അതിനും ഡ്രൈവർമാരില്ല. ഒന്നാമത് ഡ്രൈവർമാർ അവിടെ നിൽക്കാതെ ചില ശമ്പളമില്ല. 500 രൂപ 100 രൂപ കൊടുക്കുമ്പോൾ 200 രൂപ കൊടുത്തിട്ട് ഒരു ട്രിപ്പ് 2 ട്രിപ്പ് ഇങ്ങനെ ഡ്രൈവർമാർ വന്ന് കയറി പോക്കാം. മെയിനായ പ്രശ്നം ഡ്രൈവർമാർ ഇല്ലാത്തതാണ്, ശമ്പളം കൊടുക്കാത്തതുകൊണ്ടാണ് ഇതിൽ സംഭവിക്കുന്നത്. കണ്ണൂർ റൂറൽ പോലീസ് മേധാവി അനുജ് പലിവാൾ സ്ഥലത്തെത്തി. തളിപ്പറമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അമിത വേഗതയാണ് അപകട കാരണമെന്നും റോഡിലെ വളവ് അശാസ്ത്രീയമാണെന്നും MVI. ഡ്രൈവർ നല്ല സ്പീഡിലായിരുന്നു. വാഹനം ആ ഒരു ടേണിംഗ് അശാസ്ത്രീയമായ രീതിയിലുള്ള ടേണിംഗ് ആണ്. ആ രൂപത്തിലാണ് അവിടെ റോഡിന്റെ ഡിസൈൻ ഉള്ളത്. വാഹനം ഡിസംബർ 29-ന് ഇതിന്റെ ഫിറ്റ്നസ് ഡേറ്റ് കാലാവധി കഴിഞ്ഞതാണ്. അതിപ്പം പുതിയ നിർദ്ദേശപ്രകാരം ഫിറ്റ്നസിന്റെ ഡേറ്റ് ഏകീകരിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ ഓവർ സ്പീഡായിട്ടാണ് മനസ്സിലാവുന്നത്. ഇനി ബാക്കിയുള്ള പരിശോധന നടന്നതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. പകരക്കാരനായി വന്ന ഡ്രൈവറാണ് ഇന്ന് ബസ് ഓടിച്ചതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അതിനിടെ ബസിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കാലാവധി ഡിസംബർ 29-ന് അവസാനിച്ചതാണെന്ന് വ്യക്തമായി. സർക്കാർ ഉത്തരവ് പ്രകാരം ഏപ്രിൽ വരെ ലഭിച്ച അനുമതിയെ തുടർന്നാണ് ബസ് സർവീസ് നടത്തിയിരുന്നത്. ന്യൂസ് മലയാളം, കണ്ണൂർ.